ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പൈൽ സെലക്ഷൻ നടത്തുക. ഓക്കെ, സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. November 28 തേഴ്സ്ഡേയുടെ എനർജി പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. High Priestess, 6 of Swords in the energy, Ace of Cups, 8 of Cups, 4 of Cups in the energy വന്നിട്ടുണ്ട്. ബാക്കിൽ ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വളരെ സ്ട്രോങ് ആണ്. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഡയറക്ഷനിലോട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പാർസൽ, എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ലഭിക്കുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വാട്ടറിൽ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊട്ടക്ഷൻ, സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകാം. ഓക്കെ, മെയിനായിട്ട് ഒത്തിരി ഇൻറ്റ്യൂട്ടീവ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഒത്തിരി നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ് ആയിട്ട് ഒത്തിരി കണക്റ്റഡ് ആയിട്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു എനർജി വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ബ്ലോക്കേജ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ലെറ്റ് ഗോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, അതിനെക്കുറിച്ചിട്ടൊരു ക്ലാരിറ്റി, വ്യക്തത ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ത്രൂ. അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള സൈക്കിക് ആയിട്ടുള്ള ഒരു വ്യക്തി, ഓക്കെ, ആ ഒരു വ്യക്തിയുടെ വേർഡ്സ്, ആ ഒരു വ്യക്തി നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ മെസ്സേജ് ഇന്നത്തെ ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അതും നിങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തെങ്കിലും സിറ്റുവേഷൻ മറികടക്കാനായിട്ട് ഒരു സൊല്യൂഷനിലോട്ട് നിങ്ങൾ നടന്നു നീങ്ങുന്നതായിട്ടാണ് എനിക്ക് ഓവറോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഹാർട്ട് സ്പേസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ, നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് ലഭിക്കുന്നില്ല. ആ ഒരു എനർജി കുറച്ചൊന്ന് കെയർഫുള്ളാകുക. ഓക്കെ, ഇവിടെ നമുക്കൊരു സാഡ്നെസ് ആണ് കാണുന്നത്. റിലേഷൻഷിപ്പിൽ, വ്യക്തിബന്ധങ്ങളിൽ ഞാൻ വിചാരിച്ച പോലെ പ്രോഗ്രസ് ലഭിക്കുന്നില്ല, ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നേടാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ടിട്ട് ഒരു മൂഡ് സ്വിങ്സ് വരിക, ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന എനർജി, അത് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. അപ്പോൾ അതിന് പകരം നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. ഇവിടെ നമുക്ക് മേജർ പോർഷനിൽ നമുക്ക് സാഡ്നെസ് കാണുന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് ഡിവൈൻ്റെ ഒരു ഹീലിംഗ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫർ, എന്തെങ്കിലുമൊക്കെ എനർജി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറാനായിട്ട്, ആക്ഷൻസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. എഗെയിൻ ഇത് നിങ്ങളുടെ സ്പിരിച്വൽ സപ്പോർട്ടാണ്, ഇൻറ്റ്യൂഷൻ്റെ എനർജി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് കുറേ കൂടെ ട്രസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ വൈകാരികമായിട്ടുള്ള എനർജി, മൂഡ് സ്വിങ്സ് കുറച്ചൊന്ന് കെയർഫുള്ളാകുക. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഡ്രസ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ബുള്ളിയിങ് എനർജി, ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവായിട്ട് സംസാരിക്കുക. ഇത് പാസ്റ്റിൽ നടന്നതായിരിക്കാം, പക്ഷേ അത് ആ ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ട്, ഇപ്പോഴും നിങ്ങളതൊരു ഹേർട്ടായിട്ട് നിങ്ങളുടെ മനസ്സിൽ കരുതുന്നുണ്ട്. അപ്പോൾ അതും ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം അവസരം ഉണ്ടാകുന്നതാണ്. അതിനും വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്ട്രൽ പാറ്റേൺസ് ആയിരിക്കാം, അത് റിലീസ് ചെയ്യാനായിട്ട്, ഹീൽ ചെയ്യാനായിട്ട് അവസരങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ചും കൂടെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട്, തുറന്ന മനോഭാവത്തോടു കൂടി എന്തെങ്കിലും പുതിയ എനർജീസ് വരുന്നുണ്ടെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട്, ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മളുടെ സിറ്റുവേഷനിൽ എന്താണ് ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, അത് നമുക്ക് ഒരു ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. അപ്പോൾ ഓവറോൾ ഒത്തിരി ഹീലിംഗ്, ഒത്തിരി വിക്ടറിയുടെ എനർജി ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി സക്സസ് ലഭിക്കുന്നുണ്ടാകാം കുറച്ച് പേർക്ക് വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു. ഹാപ്പി താങ്ക്സ് ഗിവിങ്. അപ്പോൾ ഇത്രയാണ്
നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. നവംബർ 28 തേഴ്സ്ഡേയുടെ എനർജി എന്താണ്. താങ്ക് യു. താങ്ക് യു. ജഡ്ജ്മെൻറ്റ്, Queen of Pentacles and energy, 3 of Pentacles, ബാക്കിൽ ഡെവിലും വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ടത് റിലേഷൻഷിപ്സ് ആണ്. ഓക്കെ, ഇവിടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് പാരൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി ആയിരിക്കാം. കുറച്ച് പേർക്ക് ഫാദറിനെ ഒത്തിരി മിസ് ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ അടുത്തുണ്ടാകാം, പക്ഷെ കാണാൻ സാധിക്കുന്നില്ല. കുറച്ച് പേർക്ക് ആ ഒരു ട്രോമ നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണറായിരിക്കാം. ആ ഒരു വ്യക്തിയിൽ നിന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു അകൽച്ച, കുറച്ച് പേർക്ക് ഒരു ദേഷ്യമായിരിക്കാം. ആ ഒരു എനർജി നിങ്ങളെ ഒത്തിരി ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചൊന്ന് കെയർഫുൾ ആകുക ഈ ഒരു സമയത്ത് വന്നിട്ട്. എല്ലാവർക്കുമുള്ള മെസ്സേജ് അല്ല, കുറച്ച് പേർക്കുള്ള ഒരു ഗൈഡൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങളുടെ മദറിനെ കുറിച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് മദറിനെ കുറച്ചും കൂടെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജഡ്ജ്മെൻ്റൽ എനർജി ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പാരൻസിനെ കുറിച്ചിട്ട് ആ ഒരു എനർജിയിൽ നിന്നിട്ട് കുറച്ചും കൂടെ ഉയരാനായിട്ട്, ആ ഒരു ജഡ്ജ്മെൻറ്റ്, ആ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് അത് മാറ്റി വെച്ചിട്ട് കുറച്ചും കൂടെ കമ്പാഷൻ, കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലെസ്സിങ് വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കോർട്ട് ഓർഡർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ ഫേവറിൽ വരുന്നുണ്ടാകാം. അത് നിങ്ങളെ ഫിനാൻഷ്യലി കുറച്ചും കൂടെ സെക്യൂർ ആയിട്ട്, പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിർത്താനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ പ്രേയേഴ്സിനുള്ള ആൻസേഴ്സ് ഇന്ന് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്ന ഒരു ദിവസമായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട്, ഓർണമെൻറ്റ്സ് ആയിരിക്കാം, ഡ്രസ്സ് ആയിരിക്കാം, അത് കുറച്ച് പേർക്ക് മേടിക്കാനായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു ബ്ലെസ്സിങ് കുറച്ച് പേരുടെ ലൈഫിൽ ഉണ്ടാകുന്നുണ്ടാകാം. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾസിലും ഒത്തിരി ഗ്രൂപ്പ് ആക്ടിവിറ്റി, എല്ലാവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൻ്റെ എനർജി. എല്ലാവരും ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ കുറച്ചും കൂടെ പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും ജഡ്ജ്മെൻ്റൽ എനർജിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ച് പേർക്ക് ഒരു ഹീലിംഗ്, ആ ഒരു തെറ്റിദ്ധാരണയെല്ലാം മാറിയിട്ട് കുറച്ചും കൂടെ ആ ഒരു ഗ്രൂപ്പിൽ ഫങ്ഷൻ ചെയ്യാനായിട്ട്, നിങ്ങളുടേതായിട്ടുള്ള റോള്, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനായിട്ടുള്ള ഒരു എനർജി കുറച്ച് പേർക്ക് ഇന്ന് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാസ്കുലിൻ എനർജിയാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം, ഒരു വ്യക്തിയായിട്ടുള്ള ഈഗോ ക്ലാഷസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തെങ്കിലും ഈഗോ പ്രോബ്ലംസ് ആയിരിക്കാം. അപ്പോൾ അത് ലെറ്റ് ഗോ ചെയ്തിട്ട് കുറച്ചും കൂടെ ഫ്രീഡം കൊണ്ടുവരാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനായിട്ടാണ് ഇന്നത്തെ ദിവസം പറയുന്നത്. കുറച്ച് പേർക്ക് കുറച്ചും കൂടെ പാഷൻ കൊണ്ടുവരാനായിട്ടും ശ്രമിക്കുക. കുറച്ച് പേർക്ക് കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഉയരങ്ങളിലെത്തണം, ഒത്തിരി സ്റ്റേബിളായിട്ടിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്താണോ പാഷൻ ഉള്ളത്, നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴാണോ ഹാപ്പിനെസ് ലഭിക്കുന്നത്, ആ ഒരു എനർജി മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ കുറച്ചും കൂടെ ട്രെയിൻ ചെയ്യാനായിട്ട്, നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഓക്കെ, ആ ഒരു എനർജി ആയിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വർക്ക്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക ഇന്നത്തെ ദിവസം വന്നിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ തേഴ്സ്ഡേയുടെ എനർജി വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.